കുറച്ച് കോൺവെർസേഷണൽ ബിറ്റ്സ് നമുക്ക് പെട്ടെന്ന് നോക്കാം ഇന്ന്. ഐ വിഷ് ഐ ഹാഡ് യുവർ ഡിസ്പോസിഷൻ. എന്നോട് പറയാം, ഐ വിഷ് ഐ ഹാഡ് യുവർ ഡിസ്പോസിഷൻ എന്ന് വെച്ചാൽ ഐ വിഷ് ഐ ഷുഡ് ഓൾസോ തിങ്ക് ഇൻ ദ സെയിം വേ യു ആർ തിങ്കിങ്. അല്ലെങ്കിൽ ഐ വിഷ് ഐ ഹാഡ് യുവർ മൈൻഡ് സെറ്റ്. നിൻ്റെ ഒരു ചിന്താഗതി എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ. സെക്കൻഡ് സെൻറ്റൻസ്, ആർ യു സ്കെയർഡ് ഓഫ് ബീങ് ഓസ്ട്രസൈസ്ഡ്? ആർ യു സ്കെയർഡ് ഓഫ് ബീങ് ഓസ്ട്രസൈസ്ഡ് എന്ന് വെച്ചാൽ എന്താ? ആർ യു അഫ്രെയ്ഡ് ഓഫ് ബീങ് എക്സ്ക്ലൂഡഡ് ഓർ ലെഫ്റ്റ് ഔട്ട്? തനിച്ചാക്കപ്പെടും അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടും എന്നൊരു പേടിയുണ്ടോ നിനക്ക്? തേർഡ് സെൻറ്റൻസ്, ഐ എം ഇൻഡിസ്പോസ്ഡ് അറ്റ് ദ മൊമെൻറ്റ്. ഇറ്റ്സ് എ പൊളൈറ്റ് ആൻഡ് ഫോർമൽ വേ ടു സേ ദാറ്റ് വി ആർ നോട്ട് അവൈലബിൾ റൈറ്റ് നൗ. അല്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് വില്ലിംഗ് ടു ഡു സംതിങ് വി ക്യാൻ യൂസ് ദിസ് സെൻറ്റൻസ്, ഐ എം ഇൻഡിസ്പോസ്ഡ് അറ്റ് ദ മൊമെൻറ്റ്. ഫോർത്ത് വൺ, ബീങ് presumptuous doesn't sound fair എന്ന് വെച്ചാൽ ഡോണ്ട് ബി ഓവർ കോൺഫിഡൻറ്റ് അബൌട്ട് എനിത്തിങ്. ബീങ് presumptuous doesn't sound fair. ഒന്നിനെക്കുറിച്ചും അമിത ആത്മവിശ്വാസം നല്ലതല്ല. And the fifth sentence is, transformation unfolds gradually, not abruptly. മാറ്റങ്ങൾ സംഭവിക്കുന്നത് പടിപടിയായിട്ടാണ്, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഓവർ നൈറ്റ്. നമുക്കൊരു അഡ്വൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റിമൈൻഡർ ആയിട്ടൊക്കെ പറയാവുന്ന ഒരു സെൻറ്റൻസ് ആണ്. ട്രാൻസ്ഫോർമേഷൻ അൺഫോൾഡ്സ് ഗ്രാജുവലി, നോട്ട് അബ്രപ്റ്റ്ലി.